ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾക്ക് എല്ലാവർക്കും ഡോക്ടർ റോബിനെ എല്ലാവർക്കും അറിയാം അല്ലേ? അതായത് എവർഗ്രീൻ നായകൻ തന്നെയാണ് ബിഗ് ബോസ് ചരിത്രത്തിൽ ഈ റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം ഇപ്പൊ ഒരു പോസ്റ്റുമായി ഇറങ്ങിയിട്ടുണ്ട്. അദ്ദേഹം പറയുകയാണ്, ഞാൻ സംഖ്യയാണ്, അല്ലെങ്കിൽ ഞാൻ BJP ആണ്, നിങ്ങൾക്ക് എന്തത്ര പുച്ഛിക്കാൻ, ആരാണ് എന്നെ ഭീഷണിപ്പെടുത്തുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ട്. അതെന്താണ് സംഭവം എന്നത് നമുക്ക് നോക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ഒന്നൊരു സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി അമർത്തുക കേട്ടോ. അതെന്ത് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, BJP സംസ്ഥാന അധ്യക്ഷനുണ്ടല്ലോ രാജീവ് ചന്ദ്രശേഖർ, അതിനോടൊപ്പം ഒരു ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് പങ്കുവെച്ചിരുന്നു. അത് നമ്മുടെ റോബിൻ രാധാകൃഷ്ണൻ പങ്കുവച്ചിരുന്നു. അതിനുശേഷമാണ് ഇത്രയും ഭീഷണികളും ഇത്രയും അധികം നെഗറ്റീവ് കമൻറ്റും എല്ലാം വന്ന് പറയുന്നത്. എല്ലാവരും ഇദ്ദേഹത്തെ വിമർശിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇദ്ദേഹം ചോദിക്കുകയാണ്, BJP പിന്തുണയ്ക്കുന്നത് എന്താണ് തെറ്റ്, മനസ്സിലാകുന്നില്ല എന്ന് റോബിൻ ഫേസ്ബുക്ക് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. റോബിൻ എന്തൊക്കെ പറഞ്ഞു അതാദ്യം നോക്കിയിട്ട് നമുക്ക് നമ്മുടെ അഭിപ്രായം പറയാം. അപ്പോൾ റോബിൻ പറഞ്ഞത് ഇത്ര പ്രകാരമാണ്: BJPയുടെ സംസ്ഥാന പ്രസിഡന്റായിരിക്കുന്ന ശ്രീ രാജീവ് ചന്ദ്രശേഖർ സാറിനൊപ്പം എടുത്ത ഒരു ഫോട്ടോ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഒഫീഷ്യൽ അക്കൗണ്ടിൽ ഞാനൊരു ദിവസം മുമ്പ് പോസ്റ്റ് ചെയ്തിരുന്നു. ക്യാപ്ഷനായി സാറിൻ്റെ പേര് എഴുതിയിട്ട് ഒരു ഹാർട്ട് മാത്രമാണ് ഞാൻ ഇട്ടിരുന്നത് എന്ന് പറയുന്നു. പോസ്റ്റ് ചെയ്തതിന് ശേഷം എൻ്റെ കമൻറ്റ് സെക്ഷനും അതുപോലെ തന്നെ മെസ്സേജ് ഭാഗത്തും ഫുൾ നെഗറ്റിവിറ്റി കൊണ്ട് നിറഞ്ഞു. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ തെറിവിളിയും ഭീഷണികളും ആയിരുന്നു എന്ന് പറയുന്നു. ഒരുപാട് പേര് ഭീഷണിപ്പെടുത്തുന്ന മെസ്സേജുകൾ അയച്ചു. നിങ്ങൾ എന്നെ പേടിപ്പിക്കാനാണോ ശ്രമിച്ചത്? പക്ഷേ ഞാൻ പേടിച്ചു ട്ടോ. ഞാൻ കൊച്ചു കുട്ടിയാണല്ലോ പേടിക്കാൻ എന്ന് അദ്ദേഹം കളിയാക്കിക്കൊണ്ട് പറയാണ്. ഞാൻ ചോദിക്കട്ടെ ഒന്ന്, എന്താണ് നിങ്ങളുടെയൊക്കെ പ്രശ്നം? എനിക്ക് മനസ്സിലാകുന്നില്ല. നമ്മളൊക്കെയും വ്യക്തിപരമായ ഓരോ ഇഷ്ടങ്ങളുള്ളവരല്ലേ? ഞാൻ ഒരിക്കലും നിങ്ങളുടെ ഇഷ്ടങ്ങളെ ചോദ്യം ചെയ്യാൻ വന്നിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ എൻ്റെ ഇഷ്ടങ്ങളെ അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്തേക്ക് നിങ്ങൾ വരണ്ട. എൻ്റെ ഇഷ്ടങ്ങൾ എൻ്റെ വ്യക്തിപരമായ കാര്യമാണ്. എൻ്റെ കാഴ്ചപ്പാടുകളും നിലപാടുകളും എല്ലാം എൻ്റെ വ്യക്തിപരമായ വിഷയങ്ങളാണ്. ഞാൻ ആരെ ഇഷ്ടപ്പെടണം, ആരെ സപ്പോർട്ട് ചെയ്യണം എന്നതൊക്കെ എൻ്റെ കാര്യമാണ്, അല്ലേ എന്ന് പറയുന്നു കേട്ടോ. അപ്പോൾ ശരിയാണ്, അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. ഒരുപാട് പേര് അദ്ദേഹത്തെ സംഖ്യയാണ്, BJP ആണ്, ചാണകമാണ്, ചാണകത്തിൽ ചവിട്ടി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? ആ വ്യക്തിക്ക് ഏത് പാർട്ടിയാണോ ഇഷ്ടം ആ പാർട്ടിക്ക് അയാൾ ചേരട്ടെ. ഇപ്പൊ BJP ആണെങ്കിൽ BJP, ഇപ്പോൾ ഇടതുപക്ഷമാണെങ്കിൽ ഇടതുപക്ഷം, വലതുപക്ഷമാണെങ്കിൽ വലതുപക്ഷം, അതിൽ ചേരട്ടെ. ഇപ്പൊ അദ്ദേഹം തന്നെ പറയുന്നത് BJP എനിക്ക് അംഗത്വമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. എങ്കിലും BJP എന്ന പാർട്ടി എനിക്ക് ഇഷ്ടമാണ്. ഇഷ്ടപ്പെടാൻ പ്രധാന കാരണം നരേന്ദ്രമോദിയാണെന്ന് പറയുന്നുണ്ട്. കാരണം ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും മഹാനായ ശക്തരായ വ്യക്തികളിൽ ഒരാളാണ് നരേന്ദ്രമോദി എന്ന് പറയുന്നുണ്ട്. വളരെ പവർഫുൾ ആണ്. അത് ശരി തന്നെയാണ്. കാരണം ലണ്ടൻ ക്രോണിക്കിളിലൊക്കെ അദ്ദേഹത്തിന് ഒരുപാട് നല്ല ഇതൊക്കെ വന്നിട്ടുണ്ട്. കമന്റ്സ് മാത്രമല്ല, ലോകത്ത് തന്നെ നല്ല ശക്തന്മാരായ ഭരണാധികാരികളിൽ ഒരാളാണ് ഇദ്ദേഹം എന്ന് പറഞ്ഞ ക്രോണിക്കിളിൽ ഒക്കെ വന്നിട്ടുണ്ട്. ലണ്ടൻ ക്രോണിക്കിളിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരാളെ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് എന്താണ് തെറ്റ്? അയാളിപ്പോ BJP ആയി പോയതാണോ തെറ്റ്? വ്യക്തിപരമായിട്ടല്ലേ നമ്മൾ ഇഷ്ടപ്പെടേണ്ടത്, പാർട്ടിപരമായിട്ടല്ലല്ലോ. അത് എൻ്റെ അഭിപ്രായമാണ് കേട്ടോ. വ്യക്തിപരമായിട്ട് നമ്മൾ ഇഷ്ടപ്പെടണം. നമ്മൾ ഇടതുപക്ഷമാണ് എന്നും പറഞ്ഞ് നമ്മൾ ഇടതുപക്ഷക്കാർക്ക് മാത്രം വോട്ട് ചെയ്യുക, അങ്ങനെയില്ല. നമ്മൾ ഏത് വ്യക്തിയാണോ ആ വ്യക്തി നല്ല ഹ്യൂമൻ ബീയിങ് ആണോ ആ വ്യക്തികൾക്ക് നമ്മൾ വോട്ട് ചെയ്യുക. അല്ലാതെ പാർട്ടി വെച്ച് നമ്മൾ വോട്ട് ചെയ്യരുത്. അത് തന്നെയാണ് ഇപ്പോൾ റോബിൻ ഇവിടെ ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷനാണ് എന്നൊക്കെ റോബിൻ പറയുന്നുണ്ട് കേട്ടോ. ഇനി BJP ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ BJP ആരെ വേണമെങ്കിലും ഇഷ്ടപ്പെട്ടോളൂ, ഒരു കുഴപ്പമില്ല കേട്ടോ. പിന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ഞാനൊരു സംഖ്യയാണ്, എന്താണ് പ്രശ്നം? ഒരു പ്രശ്നവുമില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ ഇഷ്ടങ്ങളൊന്നും ഞാൻ ചോദ്യം ചെയ്യാൻ വരുന്നില്ലല്ലോ. ആരും പെർഫെക്റ്റ് അല്ല. പിന്നെ നിങ്ങൾ എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം, വലതുപക്ഷമായാലും ഇടതുപക്ഷമായാലും BJP ആയാലും ഈ തെറ്റ് ചെയ്യാത്തവരാരാളുള്ളത്? അഴിമതി ചെയ്യാത്തവരാരാളുള്ളത്? എല്ലാ പാർട്ടിയിലും ഈ സംഭവമൊക്കെ നടക്കുന്നുണ്ട് അല്ലേ? എല്ലാ നേതാക്കന്മാരും പ്രവർത്തകരും ഒക്കെ പിടിക്കപ്പെടുന്നുണ്ട് ഈ പ്രശ്നം പറഞ്ഞു. പിന്നെ നമ്മൾ ഒരു പാർട്ടിയെ മാത്രം എന്തിനാണ് ഇങ്ങനെ കുറ്റം പറയുന്നത്? BJP എന്ന പാർട്ടിയെ മാത്രം എന്തിനാണ് പുച്ഛിക്കുന്നത്? അതിന്റെ ആവശ്യകതയില്ല. കാരണം എല്ലാത്തിലും മനുഷ്യർ തന്നെയാണ്, ഈ മൂന്ന് പാർട്ടിയിലും ഈ മനുഷ്യർ തന്നെ പലതരം കറപ്ഷൻസ് ചെയ്യുന്നുണ്ട്. ഒരാളെ ഒരു പാർട്ടിയെയാണ് അല്ല കുറ്റം പറയേണ്ടത്, അവരുടെ പ്രവൃത്തിയെയാണ് നമ്മൾ കുറ്റം പറയേണ്ടത്. ഇപ്പൊ BJP സർക്കാർ പൊട്ട പ്രവൃത്തിയാണ് ചെയ്യുന്നത്, പ്രവൃത്തിയെ നമ്മൾ ക്രിറ്റിസൈസ് ചെയ്യണം. എന്നുള്ളത് BJP മൊത്തം അങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഇടതുപക്ഷം മൊത്തം അങ്ങനെയാണ് എന്നങ്ങനെ പറയേണ്ട ആവശ്യകത നമുക്കില്ല. അവരിൽ നിന്ന് നമ്മൾ ഒന്നുകൂടി ഉയരാൻ വേണ്ടി നോക്കണം. നമ്മളാണ് മികച്ചത് എന്ന് നാട്ടുകാരെ കാണിക്കണം എന്നുള്ള ലെവലിൽ എല്ലാ പാർട്ടിക്കാരും സ്വന്തമായി മനസ്സിലാക്കി എന്താണ് കോമ്പീറ്റ് ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ അതിനൊക്കെ ഉപരിയായിട്ട് ഇവരൊക്കെ ചെയ്യുന്നത് പരസ്പരം പഴിചാരിയാണ് ചെയ്യുന്നത്.
അപ്പൊ അവസാനമായിട്ട് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ BJP സർക്കാർ വരും, കേരളം ഭരിക്കും എന്ന് പേടിച്ചിട്ടാണോ നിങ്ങളെല്ലാവരും ഇങ്ങനെ ചെയ്യുന്നത്? റോബിൻ രാധാകൃഷ്ണൻ ചോദിക്കുന്നുണ്ട്. അതിന്റെ പേടിക്കുന്ന നമുക്ക് ആവശ്യകത ഉണ്ട്. നമുക്ക് എന്തായാലും നല്ല വ്യക്തികൾ നമ്മളെ ഭരിക്കണം. അത് BJP ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും കോൺഗ്രസ് ആയാലും നമ്മളെ നല്ല വ്യക്തികൾ ഭരിക്കണം, നല്ല ഹ്യൂമൻ ബീയിങ് ഉണ്ടായിരിക്കണം എന്ന് മാത്രമേ നമുക്ക് ചിന്തയുള്ളൂ, അല്ലേ? പിന്നെ ഒരാളുടെ ഇഷ്ടത്തെ നമുക്ക് അടിച്ചമർത്താൻ പറ്റില്ല. അയാൾ ഇന്ന ആളെ സ്നേഹിക്കണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് നമ്മുടെ അവകാശത്തിൽപ്പെട്ട ഒരാളെ അല്ല. ഒരു ഫോട്ടോ ആർക്ക് വേണമെങ്കിലും പോസ്റ്റ് ചെയ്യാം. നമ്മുടെ ഫോട്ടോ ഒരു പേഴ്സണെ ഇഷ്ടപ്പെട്ട ആ പോസ്റ്റ് ചെയ്യുന്നതിന് നമുക്ക് എന്താണ്? അതിലെന്തിനാണ് നിങ്ങൾ നെഗറ്റീവ് പറഞ്ഞുകൊണ്ട് വരുന്നത്? ഇദ്ദേഹം അവസാനമായിട്ട് പറയുന്നത് എന്താണെന്നോ? എനിക്കൊരു കാലം ഉണ്ടായിരുന്നു, ഇതിനൊക്കെ പ്രതികരിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഞാനിപ്പോ ഒതുങ്ങി കൂടി എന്ന് വെച്ചാൽ എന്റെ നെഞ്ചത്ത് കയറാൻ നിൽക്കണ്ട എന്നുള്ള ലെവലിലാണ്. ഇപ്പൊ ഞാൻ ഒതുങ്ങിക്കൂടി, കല്യാണമൊക്കെ കഴിഞ്ഞ് ഒതുങ്ങിക്കൂടി. പക്ഷേ അത് വിചാരിച്ച് നിങ്ങൾ പറയുന്നത് എന്തും കേട്ടിരിക്കുന്നു വിചാരിക്കേണ്ട, എന്നെ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കേണ്ട, എന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കേണ്ട. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. എന്നെ വീണ്ടും ആ കാലത്തിലോട്ട് ഇറക്കണ്ട. എനിക്ക് ആരെയും ഭയമില്ല. എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞാൻ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹം വീഡിയോ അവസാനിപ്പിക്കുന്നത്. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. അയാൾക്ക് ഇഷ്ടമുള്ളത് അയാൾക്ക് ചെയ്യട്ടെ, നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക്